മോള് പറഞ്ഞൊക്കെ വിശ്വസിച്ച് അച്ഛൻ പോവുകയാണ്. നമ്മളൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും വന്നുപോയാൽ നമ്മളെ കുറ്റം പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. മോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അച്ഛൻ എന്നെ അറിയാന്നല്ല, ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഒരു നാണക്കേടും ഉണ്ടാക്കൂല അച്ഛാ. മോളെ അതൊക്കെ എനിക്കറിയാം. മോൾ ഒന്നിനും ചെന്ന് ചാടാതെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അച്ഛനൊരു കാര്യം ചെയ്യോ, ചെന്നിട്ട് മാളുവിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? ഞാൻ പറഞ്ഞു നോക്കാം. പിന്നെ അമ്മയുടെ അടുത്ത് പറയണേ. അടുത്ത ഇനിയിപ്പോൾ അവളുടെ അടുത്ത് നിന്നെ കണ്ടെന്ന് ഞാൻ ചെന്ന് പറയുമ്പോൾ നിന്നെ വിളിച്ചോണ്ട് വരാത്തതിന് അവളെ വായിരിക്കണം അത്രയും ഞാൻ കേൾക്കാണ്ടി വരും. അമ്മയുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ മതി. മോളൊരു കാര്യം ചെയ്യ്, നമുക്ക് ചിലവൊക്കെ ഉള്ളതല്ലേ, ഇത് കയ്യിൽ വെച്ചോ. അച്ഛൻ പോട്ടാ, പോയിട്ട് വരാമേ. നോക്കിക്കോണം, സൂക്ഷിച്ചൊക്കെ നിൽക്കണം കേട്ടോ. നോക്കിക്കോളാം അച്ഛാ. നല്ല കോലാണല്ലോ. എന്താണ് ലഹരി ഉപയോഗം സമൂഹത്തിന് ആപത്ത് ബൈ സൂപ്പർ ഗേൾസ്. ഗേൾസാ അതിന് ഓടെ ഞാൻ സമാധാനമായിട്ടിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. എന്നിട്ട് എന്റെ സേർട്ട് എന്റെ ചുണ്ട് തന്നെ എടുത്തിട്ടാണ് എന്റെ കവിളിൽ കുത്തിയത്. എന്നിട്ട് അവള് പറയാണ് സൂപ്പർ ഗേളാണ്. എന്ത് സൂപ്പർ ഗേൾ? കുഞ്ഞുപെണ്ണ് എന്താ കാണുന്ന? അതോ, ഈ കേരളത്തിൽ എന്തൊക്കെയാ നടക്കണേ? ഞങ്ങളുടെ മുമ്പേക്കാളും കഷ്ടമാണ് ഇവിടെ ക്രിമിനൽസ് കേരളത്തില്. എന്താ അങ്ങനെ ഒരു ടോക്ക്? എല്ലാം ഉടായിപ്പാ. കഷ്ടമുണ്ട്. കുഞ്ഞുപെണ്ണ് വീണ്ടും എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിക്ക. എന്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ഞാൻ പാപ്പൂനെ അല്ല പറഞ്ഞത്. നോക്ക്, ഇന്നലെ രാത്രി ഒരുത്തി വന്ന് സൂപ്പർ ഗേളാന്നും പറഞ്ഞിട്ട് ഒരുത്തന്റെ മുഖത്ത് എന്താ സിഗരറ്റ് കുറ്റി വെച്ചിട്ട് കുത്തി. എന്തൊക്കെയാ നടക്കണേ? എന്തെന്ന് പറഞ്ഞിട്ട്? സൂപ്പർ ഗേളാന്ന് പറഞ്ഞിട്ട്. ഇതെവിടെ സംഭവം? വൈറ്റിലേല്. എത്ര മണിക്ക്? രാത്രി, ഇന്നലെ രാത്രി. പാപ്പ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? എന്താ ആലോചിക്കണേ? അല്ല, ലച്ചു എവിടെയാ? അവള് താഴെ തുണി കഴുകണു. ഞാൻ തരുന്നേ. അതെ, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? പോവാം. ആക്ഷൻ പടത്തിന് തന്നെ പോവാം. ആക്ഷൻ പടം അത്ര ഇഷ്ടാ? എന്താ അറിയില്ല, ഇന്നൊരു ആക്ഷൻ മൂടാ എനിക്ക്. ഓക്കെ. പിന്നില്ലേ ആ വീഡിയോ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യും. വാട്സാപ്പിലാ? യെസ്. ഓക്കെ. ഓക്കെ, പോയിട്ട് വരാം. ബൈ. സൗണ്ട് കേൾക്കണില്ലല്ലോ. എന്താടി നിന്റെ ഉദ്ദേശം? തുണിയലക്കാൻ നിൽക്കുന്നു, പക്ഷെ സൗണ്ട് കേൾക്കണില്ലേ? നീ എന്തിനാടി ആ വയറ്റിലുള്ള പാവപ്പെട്ട ചെറുക്കന്റെ മുഖത്ത് സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയത്? പൊള്ളി പോയാന്റെ പറടി. ആ കട 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 ഇപ്പൊ ഓർമ്മല്ലേ? ആ പറ. എല്ലാം മനസ്സിലായി. നല്ല കലത്തിനടിച്ചല്ലേ? കൊലത്തിലടിച്ചത് നിന്റെ അതിന്റെ അടുത്ത് പറയണില്ല ഞാൻ. നീ ഇതിനുള്ള ആൻസർ പറ. ഇത് നോക്ക്. നിനക്ക് എന്താ മനസ്സിലായില്ല അല്ലെ? കാര്യം മനസ്സിലായില്ലേ? എന്റെ കാലം തെളിവുണ്ട്. കാണിച്ചോ കാണിച്ചോ. ചെറടി നിൽക്ക്. ഞാൻ സമാധാനമായിട്ടിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. എന്നിട്ട് എന്റെ സേർട്ട് എന്റെ ചുണ്ട് തന്നെ എടുത്തിട്ടാണ് എന്റെ കവിളിൽ കുത്തിയത്. ഏതോ ഒരുത്തർ സിഗരറ്റ് വലിക്കണ കാര്യമല്ലേ പറയണത്? കേക്കടാ ഒരാൾക്ക് സിഗരറ്റ് ഒന്നും വലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കടാ. സൂപ്പർ ഗേൾ, സൂപ്പർ ഗേൾ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാള് വന്നിട്ട് നിന്റെ മുന്നിൽ വന്നിട്ട് എന്റെ സൂപ്പർ ഗേളെ എന്നൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. നിനക്ക് ഓർമ്മയില്ലേടി? നിനക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. ആ സൂപ്പർ ഗേൾ നീലേടി. എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം കൂടി എന്റെ തലേ കെട്ടാൻ നോക്കല്ലേ പോയത്. ഈ ചെക്കനും പറഞ്ഞപ്പോ സൂപ്പർ ഗേൾ. എനിക്ക് ഇതിനുള്ള മറുപടി കിട്ടേ പറ്റുള്ളൂ. ഇനി ഇവന്റെ ആൾക്കാരും പോലീസുകാരും പട്ടാളം ഒക്കെ കൂടെ അവിടെ കേറി വന്നിട്ട് നിരങ്ങാൻ വേണ്ടിട്ടാ. ഇത്രയും നേരം ഞാൻ കേട്ടിരുന്നു. ചുമ്മാ അതും എന്താണ് നിന്നോട് എങ്ങനെങ്കിലും നല്ല രീതിയിൽ പോവാന്ന് വിചാരിക്കുമ്പോ നീയൊക്കെ അതെ, അതിർത്തി പോലെ ഇത്രയും പ്രശ്നങ്ങളില്ല അറിയാമോ?
അതിർത്തിയിൽ യുദ്ധമില്ലാത്ത സമയത്ത് ഞങ്ങളും പാകിസ്ഥാൻ പട്ടാളവുമായിട്ട് വളരെയധികം സൗമ്യതയോടാണ് വർത്തമാനം പറഞ്ഞത്. നിങ്ങളെന്തോ എപ്പോ കണ്ണിൽ കണ്ട അപ്പോഴാടി. ഞാൻ ഒരു കാര്യം പറയാം, ഞാനൊരു സയന്റിസ്റ്റും കൂടെയാണ്. എനിക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ വഴക്കൂടിക്കൊണ്ടിരുന്നാൽ എനിക്ക് എങ്ങനെ ഏകാഗ്രത കിട്ടും? ഞാൻ എങ്ങനെ പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കും? എനിക്ക് കണ്ടുപിടിക്കണ്ടേ? മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിക്കണോ വേണ്ടോ? എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറണ്ടേ? കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാന്ന് പോപ്സിന് അറിയോ? എനിക്കൊന്നും അറിയണ്ട. എന്തിന് രണ്ടുപേരും അടുത്തടുത്തേക്കുന്നത്? പോ, രണ്ട് ദിശ പോ. ഞാൻ തുണി ഇളക്കിട്ടോളാം. എന്തോ ഒരു മാസമായിട്ട് റിപ്പയർ ആയിരിക്കുന്ന ഈ മിഷനിലാണോടി നീ തുണി അലക്കുന്നത്? എനിക്കറിയില്ലായിരുന്നു. അതറിയില്ല, വഴക്കൂടെ അറിയാലോ അല്ലേ? ശരിയാക്കി തരാടി. നീ എങ്ങനെ ശരിയാക്കും? ഒരു മാസമായിട്ട് റിപ്പയർ അല്ലേ? ഞാൻ വരെ നോക്കി നടന്നില്ല, പിന്നെ എങ്ങനെ നീ ശരിയാക്കും? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി മേളിൽ ഇവിടെ ഒരു മുട്ടു സൂചി വീണ സൗണ്ട് പോലും കേൾക്കാൻ പാടില്ല. അങ്ങനെ കേട്ടാൽ രണ്ടിനും ഞാൻ ചവിട്ട് പുറത്തിറക്കും. പൊക്കി രണ്ടും. ഏകാഗ്രത, ഏകാഗ്രത ഈ വീട്ടിൽ എവിടെ കിട്ടും? ആരാ? താനല്ലേ റീത്തു? അതെ. ഇതാരാ? ഞാൻ കുഞ്ഞി. ഏത് കുഞ്ഞി? ഞാൻ പപ്പന്റെ നീസാണ്. ഓക്കേ. ഇതെന്താ മാസ്ക് ഒക്കെ ബാഗിലിട്ടുകൊണ്ട് നടക്കണേ? താൻ കൊള്ള സംഘത്തിലാണോ ജോലി? ആരൊരു തമാശക്കാരിയാണല്ലോ. തമാശ ചോദിച്ചതല്ല, കാര്യമായിട്ട് ചോദിച്ചതാ. അതെ, ഈ മാസ്ക് ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്റെ ഒരു ഹോബിയാ. സാധാരണ സ്റ്റാമ്പ്, കോയിൻ ഇങ്ങനത്തെ കളക്ഷനാണ് ഞാൻ കേട്ടിട്ടില്ല. മാസ്ക് കളക്ഷൻ ആദ്യമായിട്ടാ. അതെ, താൻ കേൾക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അല്ല, താൻ ഈ റൂമിലാണോ കിടക്കുന്നേ? അതെ. ആ ബെസ്റ്റ്. ഇപ്പൊ തന്നെ ഇവിടെ ആള് കൂടുതലാ, താനും കൂടി ആവുമ്പോ പെർഫെക്റ്റ്. അതെ, ഒത്തൊരുമണ്ടല്ലേ ഒലക്കമേലും കിടക്കാന്ന് അറിയത്തു. ആ ഒരുമ എനിക്കില്ല. അപ്പനോട് പറഞ്ഞില്ല. പല്ലിയുടെ വാല് പല്ലി മുറിച്ചിട്ടാലും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വളരുന്നു. അതെങ്ങനെയായിരിക്കും? അതെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ കയ്യോ കാലോ മുറിഞ്ഞു പോയാലും വീണ്ടും വളർന്നു വരുന്ന അത് കൊള്ളാം. അപ്പൊ അടുത്ത വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് തന്നെ. എന്തോന്നു എല്ലാരും തള്ളി പിടിച്ചോണ്ട് എങ്ങോട്ട് പറഞ്ഞത്? പോയി എല്ലാരും പോയി. ഞാനേ ഒരു മഹത്തായ കാര്യം കണ്ടുപിടിച്ചോണ്ടിരിക്കണം. ആദ്യം ഞാൻ കണ്ടുപിടിച്ച കാര്യം കേക്ക്, എന്നിട്ട് മതി എന്നെ കട്ടൗട്ട് അടിക്കുന്നത്. നീ കണ്ടുപിടിച്ച? ആ. എന്തോ കണ്ടുപിടിച്ച? ഞാൻ ആദ്യം ഈ നോട്ടീസ് വായിക്കാം, അത് കേക്ക് എല്ലാവരും. സമൂഹത്തിലെ കൊള്ളരുതായ്മകളെ ചെറുക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. സൂപ്പർ ഗേൾസ്. സൂപ്പർ ഗേൾസാ? ആ. വീണ്ടും സൂപ്പർ ഗേൾസാ? ഇതാണ് നീ കണ്ടുപിടിച്ചത്? അതെ. സൂപ്പർ ഗേൾസ് ആരാണ്? സൂപ്പർ ഗേൾസ് ആരാണ്? എന്താണ് കാര്യം? എന്റെ കുട്ടിമാമ, ഇവിടെ സിറ്റിയിലെ സൂപ്പർ ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ഇന്നലെ രാത്രി ഒരുത്തിന്റെ മുഖത്ത് സിഗരറ്റ് ഊറ്റി വെച്ച് കുത്തി. അതിപ്പോ ന്യൂസ് ആണ്. അവര് സിഗരറ്റ് വെച്ച് കുത്തുകയോ ബീഡി വെച്ച് കുത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതിന് നിങ്ങൾക്കെന്താ, എനിക്കെന്താ? പോപ്സ്,
ഈ സൂപ്പർ ഗേൾസ് എന്ന് പറയുന്ന ആൾക്കാര് ദേ ഈ ലച്ചു അവളുടെ കൂട്ടുകാരി മാളുക ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. അയ്യോ ഒന്ന് നിർത്തോ. അതെ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ ഗേൾസ് ആണ്, അല്ലാണ്ട് ഇവിടത്തെ ഒന്നും അല്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം പറയുന്നത് കേക്ക്. എനിക്ക് ഈ നോട്ടീസ് കിട്ടിയത് റീത്തുവിന്റെ ബാഗിൽ നിന്നാ. അവളുടെ ബാഗിൽ നിന്ന് എനിക്കൊരു മുഖംമൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ബലമായ സംശയം ഈ സൂപ്പർ ഗേൾ എന്ന് പറയുന്നത് റീത്തു ആണെന്നാണ്. റീത്തുവാ നിനക്ക് ഭ്രാന്തുണ്ടാ? അവളൊരു പേടിത്തൊണ്ടി, അതിന് ഇതിനുള്ള കഴിവൊന്നുമില്ല. ഇതൊക്കെ അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും നമുക്കാണ് പ്രശ്നം വരാൻ പോണേ, അതുകൂടാതെ കുട്ടിമാമനും. അതുകൊണ്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കണതിന് മുമ്പ് ഈ വീട് ബോംബ് ഇടുന്നതിന് മുന്നും എന്തേലും തീരുമാനം കണ്ടെത്തിക്കോ. ഞാൻ പറയണൊന്നും ബലിക്കാതിരുന്നിട്ടില്ല എന്നറിയാലോ. ബോംബാ? വല്ല സൂപ്പർ ഗേൾസും വല്ലവനെ കുത്തുന്നേരെ എന്റെ വീട് എന്തിനു ബോംബിടുന്നു? നിങ്ങൾക്ക് എന്താ അറിയണം? റീത്തു ആണോ സൂപ്പർ ഗേൾസ് എന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പോണ്? ഞങ്ങൾ കൊള്ളക്കാരാ. വല്ല കാശിനാണെങ്കിൽ എന്റെ കയ്യിൽ 10 പൈസ ഇല്ല കേട്ടോ. നിന്റെ എച്ചിത്തരം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. നീയാണോ സൂപ്പർ ഗേൾ? ആണുങ്ങളുടെ മുഖത്ത് സിഗരറ്റ് കൊണ്ട് കുത്തുന്ന സൂപ്പർ ഗേൾ നീയാണോ? സത്യം പറ. അയ്യോ ഞാനൊന്നുമല്ല. പിന്നെ എങ്ങനെ നിന്റെ ബാഗിൽ നീ നോട്ടീസ് വന്നു? കണ്ടാ കളത്തിറങ്ങണ്ട. എവിടെയാണ് സൂപ്പർ ഗേൾ? അയ്യോ പപ്പനോ? പപ്പ മാത്രമല്ല, ഞാനും. അതെ, നിങ്ങളെയൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി. പക്ഷെ പപ്പൻ ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോ പിന്നെ എങ്ങനെ ചോദിക്കാതിരിക്കും? നീ എന്തിനാണ് ഇങ്ങനെ ദേശദ്രോഹിയാവുന്നത്? ദൈവം നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല. ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. കേൾക്കാൻ പറ്റുള്ളൂ. അതെ, എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ദീപ. ഒരു ദിവസം അവൾ എന്നെ കാണണോന്ന് പറഞ്ഞ് വിളിച്ചു. എന്താടി, എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നേ? നിനക്കറിയാലോ, ഏട്ടന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ ഞാൻ ജോലിക്ക് വന്നെന്നെ കരുതിയെ. അതിനിപ്പോ എന്താ? ഞാൻ എയർവേസിൽ ഒരു ഇന്റർവ്യൂക്ക് ട്രൈ ആക്കി. എന്നിട്ടത് കിട്ടിയോ? കിട്ടിയില്ല. ജോലിക്ക് വേണ്ടി ഞാൻ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? പറയുക മാത്രല്ല, എന്നെ ഉപദ്രവിക്കാനും നോക്കി. നീ അയാളുടെ അഡ്രസ് എങ്ങനെ തന്നേ? അതുകൊണ്ടാ ഞാൻ ആ ട്രാവൽസുകാരന് പണി കൊടുത്തത്. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നീ കിടന്ന് പെരുമാറിയത്? മനഃപൂർവ്വമല്ല, അപ്പൊ എനിക്ക് നിങ്ങളുടെ പേര് പറയാനാ തോന്നിയത്. അന്ന് നീ പിന്നെ എന്തിനാ ചെക്കന്റെ മുഖത്തിട്ട് കുത്തിയത്? അതെ, അവൻ എന്നെ കാണുമ്പോ ഒരു വല്ലാത്ത ഇളക്കോ, അതുകൊണ്ട് അവനും ഒരു പണി കൊടുത്തു. ആ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിമേൽ ഇങ്ങനെ ഒന്നും ആവർത്തിക്കരുത് കേട്ടോ. ശരി പപ്പ. കേട്ടോ? ഹലോ, ഹവിതാർ പപ്പൻ. ഹലോ മിസ്റ്റർ പപ്പാൻ, ഇത് ട്രംപിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ എക്സ്പെരിമെന്റിന്റെ തിയറി നമ്മുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. ഉടനെ സാമ്പിളുമായി നിങ്ങൾ നേരിട്ട് ഇവിടെ എത്തണം. ഓക്കെ മിസ്റ്റർ പപ്പാൻ?